വലിയ വാർത്തയാണ് ഗ്ലോബൽ മീഡിയയിലും മറ്റുള്ള ഇന്ത്യൻ മീഡിയയിലും. കേരളത്തിൽ വലിയ വാർത്തയാണ് ICC ഇൻ്റർനാഷണൽ കോർട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇതാണ് വാറണ്ട്. അതിൽ കുടുങ്ങുമോ എന്നൊക്കെയാണ് പല ആൾക്കാർ ചോദിക്കുന്നത്. അവരുടെ മുൻ ഡിഫൻസ് മിനിസ്റ്റർ എലോൺ ഗാലന്റ്, അയാൾക്കെതിരെയും ഈ വാറണ്ടുണ്ട്. പിന്നെ ഡിഫൻസിൻ്റെ ചീഫായിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ 2-3 കമാൻഡേഴ്സ്, അവർക്കെതിരെയും ഈ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏകദേശം പറയുന്നത് 124 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻ്റർനാഷണൽ കോർട്ടിൽ നിന്നാണ് ഈ വിധി ഉണ്ടായത്. പിന്നെ നമ്മൾ നോക്കാം എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അമേരിക്ക പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു, അതവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് ഈ ജസ്റ്റിസ് സിസ്റ്റം ഉണ്ടായത്? ഈ ആഫ്രിക്കയിലെ കുറച്ച് ഡിക്റ്റേറ്റേഴ്സായിട്ടുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സംഭവം ഇൻ്റർനാഷണൽ കോർട്ടിൽ മൂവ് ചെയ്യുന്നത്. അതിനകത്ത് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. അതിന് ശേഷമാണ് ഗാസയിൽ, അതായത് ടെററിസ്റ്റിനെതിരെ ആക്രമണം നടത്തി. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഹമാസ് എന്ന് പറയുന്നവർ വെള്ളപൂശുന്ന കേരളത്തിലെ ആൾക്കാരുണ്ട്. ഇതേപോലെ വെള്ളപൂശാൻ മറ്റുള്ള ചെറിയ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഇങ്ങനൊരു സംഭവം പുറപ്പെടുവിച്ചത്. ഉറപ്പായിട്ടും ഇൻ്റർനാഷണൽ തലത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഇമേജിന് പ്രശ്നമുണ്ടായിട്ടുണ്ട്. കാരണം ഒരു ബോഡിയാണ്, ഒരു ഫോറമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന അതോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആ രാജ്യത്തുണ്ടായിരുന്ന ഡിസൻ്റായിട്ടുള്ള, അതായത് എതിർക്കുന്ന അവിടുത്തെ ഒപ്പോസിഷൻ, മറ്റു പല പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ചാണ് ഇവർ ഭരിക്കുന്നത്. അവരെല്ലാം ഈ കാര്യത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ കൂടെയാണ്. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, വലിയ താമസമൊന്നുമില്ല അവിടെ ഇലക്ഷൻ വരാൻ വേണ്ടി. വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹു അവിടെ എലക്റ്റഡായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. അയാളുടെ രാജ്യത്തിൽ ഏകദേശം 1200 പേരെ കൊല്ലാൻ വേണ്ടി ഹമാസ് കയറി വരുന്നു. എന്നിട്ട് അതിക്രൂരമായിട്ട് അവിടുത്തെ പെൺകുട്ടികളെ, സ്ത്രീകളെ എല്ലാം അവർ കൊണ്ടുവന്ന് റേപ്പ് ചെയ്യുന്ന സംഭവം നിങ്ങൾ വായിച്ചറിഞ്ഞ സംഭവമാണ്. ഇതിനെതിരെ പ്രതികാരമെടുത്തു. അതായത് ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾക്കെതിരെ ബോംബിംഗ് നടത്തി, സത്യമാണ്. അപ്പോൾ അവരെല്ലാം ജനവാസ മേഖലയിലോട്ടാണ് പിന്നെ ഓടിക്കയറിയത്. അപ്പോൾ അവിടെയും നേരത്തെ ഇസ്രായേൽ പറഞ്ഞു ഇന്ന ഭാഗത്തുനിന്ന് മാറിക്കൊടുക്കാൻ. പല ആളുകളും മാറിയില്ല. ഇവർ സ്കൂളുകളിലും മദ്രസയിലും ഈ ഇസ്ലാമിക പള്ളികളിലും ആശുപത്രികളിലൊക്കെയാണ് കയറി ഒളിച്ചത്. അവിടെയും ബോംബ് ചെയ്തു, അവിടെയും സെർച്ച് നടത്തി, റെയ്ഡ് നടത്തി. ഇതൊക്കെ ഉള്ള സംഭവമാണ്. അതിൻ്റെ പേരിൽ തന്നെ ഏകദേശം അവിടെ 40,000-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. അത് അവരുടെ കണക്കാണ്. ആരുടെ? ഈ ഹമാസിൻ്റെ ഹെൽത്ത് മിനിസ്ട്രി എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവം അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല, എന്ത് ഹെൽത്താണെന്നും അറിയത്തില്ല. എല്ലാ ലോകരാജ്യം, യുണൈറ്റഡ് നേഷൻ ഉൾപ്പെടെയുള്ള സംഭവം ഫണ്ട് കൊടുത്തിട്ടാണ് ഈ ഹമാസ് എന്ന് പറഞ്ഞ അവരെ ഫണ്ട് പകുതി എടുത്ത് മാറ്റി. പിന്നെ ആൾക്കാർ ഒരു ജോലിയും ചെയ്യാതെ അവരെങ്ങനെ ജീവിക്കുന്നു? ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്നു. എല്ലാത്തിനും ഫണ്ട് കിട്ടുന്നുണ്ട്. പല ഇൻ്റർനാഷണൽ ഏജൻസികളുമാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്. ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം കണ്ടോണം. അതായത് ട്രംപ് അധികാരത്തിൽ വരികയാണ്. കാരണം ജാനുവരിയോടുകൂടി അധികാരത്തിൽ വരും. ഈ പറയുന്ന ഇങ്ങനെ വാറണ്ട് നിലനിൽക്കും. നേരത്തെ ട്രംപ് ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, യുണൈറ്റഡ് നേഷൻ്റെ യുനിസെഫുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഹെൽത്ത്, അതിനെ പൂർണ്ണമായിട്ട് അമേരിക്ക പണം കൊടുത്തില്ല. ഏകദേശം 500 ബില്യൺ എങ്ങാണ്ടാണ് അമേരിക്ക എല്ലാ വർഷം കൊടുക്കുന്നത്. അതൊരു ദൂരെ കളഞ്ഞു. അതേപോലെ ഇനി ട്രംപ് വരുമ്പോൾ ചെയ്യാൻ പോകുന്നത്, ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ICC എന്ന് പറയുന്ന സംഭവത്തിന് മുകളിൽ സാങ്ഷൻ ഏർപ്പെടുത്തും. അതായത് സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഒരു അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അതിൻ്റെ മുകളിൽ സാങ്ഷൻ ഏർപ്പെടുത്തിയാൽ ആ ഒരു ഫോറം ഇല്ലാതാവും. ഇതാണ് സിമ്പിളായിട്ട്. കാരണം നേരത്തെ ഈ യുണൈറ്റഡ് നേഷൻ്റെ ഈ ഫുഡ് പ്രോഗ്രാമായിട്ട് ഈ ഹെൽത്ത് പ്രോഗ്രാമിലും അതിനെതിരെ സാങ്ഷൻ എടുത്ത് അതിനുശേഷം ബൈഡൻ വന്ന ശേഷമാണ് സാങ്ഷൻ മാറ്റിയത്. 500 ബില്യണിലോട്ട് പോയത്. അത് നിലനിൽക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻ്റെ സാധനം തന്നെ ഇല്ലാതായി പോവും. ഇത് മനസ്സിലാക്കേണ്ട പ്രത്യേക പോയിൻ്റാണ്. അതേപോലെ യുണൈറ്റഡ് നേഷൻ്റെ പല സ്കീമുകളുണ്ട് ഗ്ലോബലായിട്ട്. ഇതിന് മേജർ ഫണ്ടിങ് എന്ന് പറയുന്ന അമേരിക്ക നടത്തുന്നത്.
അപ്പോൾ അവിടെ മുഴുവനും ഈ അമേരിക്ക കയറി പിടിക്കും. കാരണം ഈ ICCയുടെ ഓർഡർ മാത്രമല്ല, യുണൈറ്റഡ് നേഷൻ്റെ മറ്റ് പല സംഭവങ്ങളുണ്ട് ICC ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇതിൻ്റെ മുകളിൽ മുഴുവനും സാങ്ഷൻ കയറി വരും. അതോടുകൂടി ഇമാർ എരന്നാണ് പണി മേടിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ചെറിയ രാജ്യങ്ങൾക്കൊക്കെ ഈ അത്തപ്പാടി രാജ്യങ്ങളാണ്. അവന് പോലും കഴിക്കാൻ ആഹാരമില്ലാത്ത രാജ്യമാണ്. അവന് പിന്നെ ഇതിന് ഫണ്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഗാസയിൽ ബോംബിട്ടത്? അതായത് അവിടെയുള്ള തീവ്രവാദികളെ തുരത്താൻ വേണ്ടിയാണ്. അവസാനം ആ തീവ്രവാദികളെ പലരെയും കൊല്ലുകയും ചെയ്തു, അവരെ നശിപ്പിക്കുകയും ചെയ്തു. കാരണം തീവ്രവാദം എന്ന് പറയുന്ന സംഭവം ഈ ലോകത്തു നിന്ന് മാറ്റുക എന്നുള്ളത് ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ്. അപ്പം അതിന് ഇതേപോലെയുള്ള സംഭവത്തോടു കൂടി മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന എൻ്റെ പ്രോസിക്യൂട്ടർ കരീം, അയാളാണ് ഈ സംഭവങ്ങളെല്ലാം ഓരോന്നായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ അയാളെ മാറ്റി നിർത്തിയേക്കാണ്. അയാൾക്കെതിരെ എക്സ്റ്റേണൽ എൻക്വയറി നടക്കുകയാണ്. അതേപോലെ ഈ വരുന്ന ജസ്റ്റിസായിട്ട് വന്ന് അതിൻ്റെ തിരിക്കുന്ന 10-25 പേരുണ്ടാവും ബോർഡിൽ. ഇതിൻ്റെ മേളിൽ സാങ്ഷൻ വന്നു കഴിയുമ്പോൾ ആലോചിച്ച് നോക്കുക, ഇവർക്കൊന്നും അമേരിക്കയിലോട്ടോ, അമേരിക്ക പറയുന്ന ഈ പല രാജ്യങ്ങളും സാങ്ഷൻ കൊണ്ടുവരുമ്പം ഇവിടെ ഒന്നും പോകാൻ പറ്റാതാകും. ഈ നാറ്റോയുടെ ഫുൾ കൺട്രോൾ അമേരിക്കയുടെ കയ്യിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരൊക്കെ അതിൻ്റെ പുറകിലോട്ടങ്ങ് പോകും. ഇതാണ് ഉണ്ടാകുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ എരന്ന് പണി വാങ്ങി ഇവർ. കാരണം ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാം, പക്ഷേ ഇടപെടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതേപോലെ യുണൈറ്റഡ് നേഷനിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ അവിടെയും തീരുമാനമെടുക്കും. ചില രാജ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സീസ് ഫയർ, കോട എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെതിരെ അത് കൊണ്ടുവന്ന് അതിനെതിരെയും ട്രംപ് നടപടിയെടുക്കാൻ സാധ്യത. അതായത് മനസ്സിലാക്കുക, ഈ യുണൈറ്റഡ് നേഷൻ്റെ വേണ്ടാത്ത പല പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ജനറൽ നടത്തുന്ന ഏറ്റവും മോശമായ പ്രസ്താവനകളുണ്ട്. ഇതിനെതിരെയൊക്കെ വലിയ രീതിയിൽ ട്രംപ് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അവർക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. അതേപോലെ യുണൈറ്റഡ് നേഷൻ്റെ പല ഉദ്യോഗസ്ഥന്മാർക്കും പല രാജ്യങ്ങളിലും കടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്രായേലാണ് അതിൻ്റെ സെക്രട്ടറി ജനറൽ വരാൻ പറ്റില്ല, മറ്റുള്ളവർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നത്. പല രാജ്യങ്ങളും അത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ഈ ഒഫീഷ്യൽസിനെല്ലാം ഡിപ്ലോമാറ്റിക് യുണൈറ്റഡ് അതിൻ്റെ പാസ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് എല്ലാ രാജ്യങ്ങളിലും ചെക്കിംഗ് ഒന്നുമില്ല, കയറി പോവുകയൊക്കെ ചെയ്യാം. ഇതിനകത്ത് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരൊരു പാഠം അങ്ങ് പഠിക്കും. അതായത് മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന സമയങ്ങളിൽ യുണൈറ്റഡ് നേഷനെ നേരെ ചൊവ്വയെ നിർത്തുക. അതായത് ICC എന്ന് പറഞ്ഞവനെ മര്യാദയ്ക്ക് പാഠം പഠിപ്പിക്കുക. ഇതൊക്കെ ട്രംപിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇസ്രായേലിനെ തൊട്ട് കളിക്കുന്നത് ട്രംപ് അനുകൂലികൾക്ക്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റും 1% പോലും താല്പര്യമില്ല. കാരണം അതിൻ്റെ പേരിലാണ് അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരെ മാത്രമാണ് മിഡിൽ ഈസ്റ്റ് അംബാസഡറും മറ്റുള്ള പല പോസ്റ്റുകളിലും ആക്കി വെച്ചത്. അതിനകത്ത് മെസ്സേജ് വളരെ ക്ലിയറാണ്. ഇവരെന്ത് തീരുമാനമെടുത്താലും അതിനെയൊക്കെ സൂപ്പർസീഡ് ചെയ്ത് തീരുമാനങ്ങളുണ്ടാകും. അവസാനം ഇവരെ ഹാൻഡിക്യാപ്ഡായിട്ട് കൈ കൊടുക്കും. ഇതാണ് അവസാനം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല, ആരും കുടുങ്ങാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നത് നെതന്യാഹു വീണ്ടും ശക്തനായിട്ട് വീണ്ടും അടുത്ത പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വരും. അതോടുകൂടി ഈ കോലാഹലമൊക്കെ അതോടുകൂടി അങ്ങ് തീരും. ഇത് മാത്രമാണ് ഈ പറയുന്ന ICCയുടെ അറസ്റ്റ് വാറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ എനിക്ക് പറയുവാനുള്ളത്.